Page 86, question number 3. How many terms of an arithmetic sequence 5, 7, 9, etc. must be added to get 140? 5, 7, 9 എന്ന സമാന്തര ശ്രേണിയിലുള്ള ആദ്യത്തെ എത്ര സംഖ്യകൾ കൂട്ടിയാൽ 140 കിട്ടും? ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. സീക്വൻസ് വന്നിരിക്കുന്നു 5, 7, 9 ഫസ്റ്റ് ടൈമും ഡിയും നമുക്കറിയാം. കൂടാതെ സം 140 എന്ന് വന്നിരിക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ടൈംസ്. സീക്വൻസ് എഴുതാം 5, 7, 9 etc. x1 is equal to f is equal to 5, d is equal to x2 minus x1, 7 minus 5 is equal to 2. പിന്നെ നമുക്കറിയാം സം ആണ്. സം കാണാനുള്ള ഫോർമുല n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. ഇത് നമുക്ക് ലാസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. ഓൾ ജിവസ് റിലേഷൻ xn is equal to dn പ്ലസ് f മൈനസ് d എന്നുള്ള ഫോർമുല എഴുതാം. ഇവിടെ d 2 ആണ്. അപ്പോൾ 2n പ്ലസ് ഫസ്റ്റ് ടൈം 5 minus 2 is equal to 2n plus 3. Sum is equal to തുക is equal to 140 എന്നുള്ള തന്നിരിക്കുന്നു. സമ്മിൻ്റെ അടിയിൽ ഫോർമുല എഴുതാം. n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം is equal to 140. n ഇൻറ്റു x1 plus xn is equal to 140 ഡിവൈഡ് ബൈ 2 നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇൻറ്റു 2 ആവുന്നു. ഈസ് ഈക്വൽ ടു 280. എന്നർക്ക് എഴുതാം ഇൻറ്റു x1 5 പ്ലസ് xn 2n പ്ലസ് 3 ഈസ് ഈക്വൽ ടു 280. n ഇൻറ്റു ലൈക്ക് ടൈംസ് നമ്മൾ പ്ലസ് ചെയ്യാം. എന്നുള്ള 2n മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 എന്നർക്ക് എഴുതാം. 5ഉം 3യും പ്ലസ് ചെയ്യുമ്പോൾ 8 കിട്ടുന്നു. ഈസ് ഈക്വൽ ടു 280. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2n ഇൻറ്റു n 2n സ്ക്വയർഡ് പ്ലസ് 8 ഇൻറ്റു n 8n ഈസ് ഈക്വൽ ടു 280. ഇവിടെ കോൺ ഫാക്ടർ 2 ആണ്. അതുകൊണ്ട് ഓരോന്നിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2n സ്ക്വയർഡ് ബൈ 2 പ്ലസ് 8n ബൈ 2 is equal to 280 by 2. 2 cancel ആവും. അപ്പോൾ n സ്ക്വയർ പ്ലസ് 8 by 2 4. അപ്പോൾ 4n is equal to 140. ഇവിടെ s സ്ക്വയർഡ് ഉണ്ട്, 2ab ഉണ്ട്, b സ്ക്വയർഡ് ഇല്ല. നമുക്ക് എഴുതാം 2ab is equal to 4n. 2ab is equal to 4n. 2 ഇൻറ്റു a ഇവിടെ n ആണ്. അപ്പോൾ n ഇൻറ്റു b ഈസ് ഈക്വൽ ടു 4n. b ഈസ് ഈക്വൽ ടു 4n ബൈ 2n. n ക്യാൻസൽ ആവും. 4 ബൈ 2 ഈസ് ഈക്വൽ ടു 2. b സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 4. ആഡ് 4 ഓൺ ബോത്ത് സൈഡ്സ്. ഇരുഭാഗത്തും 4 കൂട്ടുക. n സ്ക്വയർഡ് പ്ലസ് 4n പ്ലസ് 4 ഈസ് ഈക്വൽ ടു 140 plus 4 is equal to 144. ഇത് എ സ്ക്വയർഡ് പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർഡ് ആണ്. അതിന് നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർഡ് ആക്കി മാറ്റാം. n ഇൻറ്റു n സ്ക്വയർഡ് ആണ്. n സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് n എല്ലായിടത്തും പ്ലസ് ആണ്. പ്ലസ് 2 ഇൻറ്റു 2 4. 4 സ്ക്വയർ റൂട്ട് 2 ദ ഹോൾ സ്ക്വയർഡ്. 2ab കണ്ടുപിടിച്ച് ചെക്ക് ചെയ്യാം ശരിയാണോന്ന്. 2 ഇൻറ്റു 2 4. 4 ഇൻറ്റു n 4n. 4n 2ab ആണ്. അതുകൊണ്ട് നമ്മൾ കറക്റ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു 144. രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. ഇൻറ്റു സ്ക്വയർ റൂട്ട് n പ്ലസ് 2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 144. റൂട്ട് ഓഫ് 144 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 12. അപ്പോൾ നമുക്ക് n പ്ലസ് 2 ഈസ് ഈക്വൽ ടു 12. n ഈസ് ഈക്വൽ ടു 12 പ്ലസ് 2 എന്നുള്ളത് -2 ആയി തീരും. ഈസ് ഈക്വൽ ടു 10.
Therefore, number of terms is equal to 10. പദങ്ങളുടെ എണ്ണം 10. Question number 4. 16 added to the sum of the first few terms of the arithmetic sequence 9, 11, 13, etc. give you 256. How many terms were added? 9, 11, 13 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ കുറച്ച് പദങ്ങളുടെ തുകയും 16 കൂട്ടിയപ്പോൾ 256 കിട്ടി. പദങ്ങളുടെ എണ്ണം കാണുക. ഇവിടെ നമുക്ക് അർദ്ധോൺ സീക്വൻസിൻ്റെ ആദ്യത്തെ 3 ടേംസ് അറിയാം. കൂടാതെ കുറച്ച് ടേംസിൻ്റെ സമ്മിനോട് 16 ആഡ് ചെയ്തപ്പോൾ 256 കിട്ടി എന്നും അറിയാം. സീക്വൻസ് എഴുതാം. 9, 11, 13, etc. x1 is equal to f is equal to 9. d is equal to second term minus first term. 11 minus 9 is equal to 2. സമ്മാണ്. സമ്മിൻ്റെ ഫോർമുല n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. നമുക്ക് ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാം. xn is equal to dn plus f minus d is equal to 2n plus first term 9 minus 2 is equal to 2n plus 7. നമുക്കറിയാവുന്നത് 16 is added to the sum. So sum plus 16 is equal to 256. Sum is equal to 256 plus 16 ട്രാൻസ്ഫർ ചെയ്യാൻ മൈനസ് 16 ആകുന്നു. is equal to 240 എന്ന് കിട്ടുന്നു. സമ്മിൻ്റെ ഫോർമുല അറിയാം. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം is equal to 240. n ഇൻറ്റു x1 പ്ലസ് xn ഇറക്കി എഴുതാം. 240 ഇറക്കി എഴുതാം. ഡിവിഷൻ 2 മൾട്ടിപ്ലിക്കേഷനായി തീരുന്നു. is equal to 480. n ഇറക്കി എഴുതാം. ഇൻറ്റു x1 9 പ്ലസ് xn 2n പ്ലസ് 7 is equal to 480. n ഇറക്കി എഴുതാം. 2n ഇറക്കി എഴുതാം. ലൈക്ക് ടേംസ് നമ്മൾ പ്ലസ് ചെയ്യാം. 16 is equal to 480. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2n into n 2n squared plus 16 into n 16n is equal to 480. ഇവിടെ കോമൺ ഫാക്ടർ 2 ആണ്. ഓരോ ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2n squared by 2 plus 16n by 2 is equal to 480 by 2. 2 കൊണ്ട് ക്യാൻസൽ ആവും. അപ്പോൾ n squared plus 16 2 കൊണ്ട് ഡിവൈഡ് 8n is equal to 240. ഇവിടെ a squared ഉണ്ട്, 2ab ഉണ്ട്, b squared ഇല്ല. നമുക്ക് എഴുതാം 2ab is equal to 8n. 2ab is equal to 8n. 2 into a ഇവിടെ n ആണ്. n into b is equal to 8n. b is equal to 8n divided by 2n. n ക്യാൻസൽ ആവും. 8/2 is equal to 4 എന്ന് കിട്ടുന്നു. b squared is equal to 4 into 4 is equal to 16. Add 16 on both sides. ഇരുഭാഗത്തും 16 കൂട്ടുക. അപ്പോൾ n squared plus 8n plus 16 is equal to 240 plus 16 is equal to 256. a squared ആണ്. പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർഡ്. ഇത് നമ്മൾക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർഡ് ആക്കി മാറ്റാം. n ഇൻറ്റു n n സ്ക്വയർഡ്. അപ്പോൾ n സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് n എല്ലായിടത്തും പ്ലസ് ആണ്. പ്ലസ് എഴുതാം. 4 into 4 16. അപ്പോൾ 16 സ്ക്വയർ റൂട്ട് 4 ദ ഹോൾ സ്ക്വയർഡ്. കറക്റ്റാണെന്ന് നോക്കാം. 2 into 4 into n. അപ്പോൾ 8n. 2ab is equal to 8n.
ഈസ് ഈക്വൽ ടു 256 ആർക്ക് എഴുതാം. രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ n+4 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 256 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 into 16 ഈസ് ഈക്വൽ ടു 16. n+4 ഈസ് ഈക്വൽ ടു 16. n ഈസ് ഈക്വൽ ടു 16 minus 4 ഈസ് ഈക്വൽ ടു 12. നമ്പർ ഓഫ് ടൈംസ് ഈസ് ഈക്വൽ ടു 12. പദങ്ങളുടെ എണ്ണം ഈസ് ഈക്വൽ ടു 12. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണത്തിൻ്റെ ക്വസ്റ്റ്യനാണ്. ദ ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ ഷുഡ് ബി 2 meters ലെസ് ദാൻ ദ ബേസ് ആൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഷുഡ് ബി 12 square meter. What should be the length of his sides? ഉയരം പാദത്തേക്കാൾ 2 മീറ്റർ കുറവായിരിക്കണം. പരപ്പളവ് 12 ചതുരശ്ര മീറ്റർ ആയിരിക്കണം. ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം കാണുക. ഇവിടെ ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ ഈസ് 2 meters ലെസ് ദാൻ ദ ബേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബേസ് ഈസ് ഈക്വൽ ടു എക്സ് നൽകുന്നു. ഹൈറ്റ് ഈസ് ഈക്വൽ ടു x-2. ഏരിയ 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു 12. ട്രയാങ്കിളിൻ്റെ ഏരിയ ആണുള്ള ഫോർമുലയാണ് ഹാഫ് ബി എച്ച്. ബേസ് പാദം ഈസ് ഈക്വൽ ടു എക്സ്, ഹൈറ്റ് ഉന്നതി ഈസ് ഈക്വൽ ടു x-2, ഏരിയ ഈസ് ഈക്വൽ ടു പരപ്പളവ് ഈസ് ഈക്വൽ ടു 12. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ബി എച്ച് ആണ് നമുക്കറിയാം. ഹാഫ് ബി എച്ച് ഈസ് ഈക്വൽ ടു 12. പി എച്ച് ഈസ് ഈക്വൽ ടു 12/2 ഇൻറ്റു 2 ആയി തീരുന്നു. ഈസ് ഈക്വൽ ടു 24. ബേസ് എക്സ് ഇൻറ്റു ഹൈറ്റ് x-2 ഈസ് ഈക്വൽ ടു 24. എക്സിൻ്റെ എക്സ് സ്ക്വയർഡ് മൈനസ് 2 ഇൻറ്റു എക്സ്, 2x ഈസ് ഈക്വൽ ടു 24. ഇവിടെ എ സ്ക്വയർഡ് ഉണ്ട്, -2ab ഉണ്ട്, ബി സ്ക്വയർഡ് ഇല്ല. 2ab ഈസ് ഈക്വൽ ടു 2x എന്ന് എഴുതാം. 2ab ഈസ് ഈക്വൽ ടു 2x. അപ്പോൾ 2 ഇൻറ്റു എ ഇവിടെ എക്സ് ആണ്, ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 2x. ബി ഈസ് ഈക്വൽ ടു 2x/2x ഈസ് ഈക്വൽ ടു 1. ബി സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1. ആഡ് 1 ഓൺ ബോത്ത് സൈഡ്സ്. ഇരുഭാഗത്തും 1 കൂട്ടുക. അപ്പോൾ x² -2x + 1 ഈസ് ഈക്വൽ ടു 24 + 1 ഈസ് ഈക്വൽ ടു 25. ഇത് a² - 2ab + b² ആണ്. അത് നമുക്ക് a - b ഹോൾ സ്ക്വയർഡ് ആക്കി മാറ്റാം. എക്സിൻ്റെ എക്സ് x², അപ്പോൾ x² സ്ക്വയർ എക്സ്, ഇവിടെ മൈനസുള്ള കാരണം മൈനസ് എഴുതാം. 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു √1 ദ ഹോൾ സ്ക്വയർഡ്. കറക്റ്റാണ് നോക്കാൻ 2ab കണ്ടുപിടിക്കാം. 2 ഇൻറ്റു 1 ഇൻറ്റു എക്സ് 2x, 2x ഉണ്ട്, നമ്മൾ ചെയ്തിരിക്കുന്നത് കറക്റ്റാണ്. ഈസ് ഈക്വൽ ടു 25. ഈ രണ്ട് സൈഡും നമുക്ക് സ്ക്വയർ റൂട്ട് കാണാം. അപ്പോൾ നമുക്ക് x-1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25. 25 സ്ക്വയർ റൂട്ട് 5 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് x-1 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടുന്നു. x ഈസ് ഈക്വൽ ടു 5 -1 ട്രാൻസ്ഫർ ചെയ്യുന്നത് +1 ആയി തീരും. ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടുന്നു. അപ്പോൾ x എന്ന് പറഞ്ഞാൽ ബേസാണ്. അപ്പോൾ ബേസ് കിട്ടി നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. x-2 ഈസ് ഈക്വൽ ടു x 6 ആണ്. അപ്പോൾ 6 - 2 ഈസ് ഈക്വൽ ടു 4. നമുക്ക് എഴുതാം ബേസ് ഈസ് ഈക്വൽ ടു 6 meters, height ഈസ് ഈക്വൽ ടു 4 meters. അപ്പോൾ നമുക്ക് ബേസ് എ ബി കിട്ടി, ഹൈറ്റും കിട്ടി. ഇനി നമുക്ക് ഐസോസ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് കണ്ടുപിടിക്കണം. എ സിയും ബി സി ഈക്വലാണ്. അപ്പോൾ എ സി കണ്ടുപിടിക്കണം. നമുക്കറിയാം എ ബി 6 ആണ്. ഈ പെർപെൻഡിക്കുലർ ബേസിനെ ബൈസെക്ട് ചെയ്യുന്നു. അപ്പോൾ 6 എന്നുള്ളത് ഇവിടെ 3 ആകും, ഇവിടെ 3 ആകും. ഹൈറ്റ് 4 എന്നറിയാം. അപ്പോൾ ഇൻ റൈറ്റ് ട്രയാങ്കിൾ ADC, AD
3 meters നമുക്കറിയാം. DC 4 meters എന്നറിയാം. നമുക്ക് S കണ്ടുപിടിക്കാം ചെയ്യാം. പൈതഗോറസ് തിയറം നമുക്കറിയാം. S squared is equal to AD squared plus DC squared is equal to 3 squared plus 4 squared is equal to 3 into 3 9 plus 4 into 4 16 plus 25 എന്ന് കിട്ടുന്നു. അപ്പോൾ AC is equal to root of 25 is equal to 5. അപ്പോൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഇവിടെ 6 5 5 എന്ന് കിട്ടുന്നു. സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾസ് is equal to 5 meters 5 meters and 6 meters. ത്രികോണത്തിൻ്റെ വശങ്ങൾ 5 meter 5 meter 6 meter. അടുത്ത ക്വസ്റ്റ്യൻ. A 2.6 meter long rod leans against a wall, its foot 1 meter from the wall. When foot is moved a little away from the wall, its upper end slits the same length down. How much further is the foot moved? 2 മീറ്റർ നീളമുള്ള ഒരു കമ്പ് ചുവരിൽ ചാരി വച്ചിരിക്കുന്നു. കമ്പിൻ്റെ ചുവട് ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ അകലെയാണ്. കമ്പിൻ്റെ താഴത്തെ അറ്റം ചുവരിൽ നിന്ന് അല്പം മുന്നോട്ട് നീക്കിയപ്പോൾ മുകളറ്റം അത്രയും തന്നെ താഴോട്ട് നീങ്ങി. എത്ര ദൂരമാണ് മുന്നോട്ട് നീങ്ങിയത്? ക്വസ്റ്റ്യനിൽ പറയുന്ന റോഡാണ് AC അതിൻ്റെ ലെങ്ത്ത് 2.6 meters. Foot of the rod is 1 meter away from the wall. അപ്പോൾ ഇവിടെ BC 1 meter. ഇവിടെ നമ്മൾക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ സാധിക്കും. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടനസ് ആണ് 2.6 meters. അതിൻ്റെ ബേസ് ആണ് 1 meter. നമുക്കതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് AB കണ്ടുപിടിക്കാം. ഇൻ റൈറ്റ് ട്രയാങ്കിൾ ABC, AC is equal to 2.6 meters, BC is equal to 1 meter. പൈതഗോറസ് തിയറം അനുസരിച്ച് AB squared is equal to AC squared minus BC squared is equal to AC 2.6. അപ്പോൾ 2.6 squared minus BC 1, അപ്പോൾ 1 squared. 26 into 26 ആണ് 676. അപ്പോൾ 2.6 into 2.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡെസിമൽ പ്ലേസ് മാറ്റി പോയിന്റ് ഇടാം. ഈസ് ഈക്വൽ ടു 6.76 മൈനസ് 1 into 1 1 മൈനസ് ചെയ്യാം. 6.76 മൈനസ് 1.00 അപ്പോൾ 6 7.5 ഈസ് ഈക്വൽ ടു 5.76. AB is equal to root of 5.76. 24 into 24 ആണ് 576. അപ്പോൾ നമുക്കിത് 2.4 meters എന്ന് കിട്ടുന്നു. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് AC എന്ന് പറയുന്ന റോഡിൻ്റെ ഫുട്ട് ഈസ് മൂവ്ഡ് എ ലിറ്റിൽ അവേ ഫ്രം ദ വാൾ, ഇറ്റ്സ് അപ്പർ എൻഡ് സ്ലിറ്റ്സ് ദ സെയിം ലെങ്ത് ഡൗൺ. അതായത് സി മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ എ താഴത്തോട്ട് നീങ്ങുന്നു. രണ്ടിൻ്റെയും ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. AC യുടെ പുതിയ പൊസിഷനാണ് PQ. സിയിൽ നിന്ന് മൂവ് ചെയ്തത് X ആണ്. അതുകൊണ്ട് എയിൽ നിന്ന് പിയിലേക്കും X ആയിരിക്കും. ഒരു പുതിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ PBQ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതിൻ്റെ ഹൈപ്പോന്യൂസ് PQ is equal to AC is equal to 2.6, base BQ is equal to 1 plus X, altitude PB is equal to AB minus X. AB എന്ന് പറഞ്ഞാൽ 2.4 ആണ്. അതിൽ നിന്ന് X മൈനസ് ചെയ്യുമ്പോൾ 2.4 മൈനസ് X കിട്ടുന്നു.
in right triangle PBQ, BQ is equal to 1 plus x, PB is equal to 2.4 minus x, PQ is equal to 2.6. Pythagoras theorem അനുസരിച്ച് BQ squared plus PB squared is equal to PQ squared. BQ 1 plus x, 1 plus x the whole squared, plus PB 2.4 minus x the whole squared, PQ 2.6 squared. ഇത് a plus b the whole squared ആണ് നമുക്കറിയാം. എക്സ്പാൻഡ് ചെയ്യാം. എ സ്ക്വയർഡ് അതായത് 1 into 1 1 plus 2ab 2 into x into 1 അപ്പോൾ 2x plus b squared x into x x squared plus ഇത് a minus b the whole squared ആണ്. അപ്പോൾ a squared minus 2ab plus b squared 2.4 into 2.4 2.4 into 2.4 is equal to 5.76 minus 2ab 2 into 2.4 into x is equal to 4.8x 4.8x plus b squared x squared 2.6 into 2.6 is equal to 6.76 is equal to 6.76. Like terms തമ്മിൽ പ്ലസ് ചെയ്യാം. 1x squared plus 1x squared അപ്പോൾ 2x squared. ഇനി x തമ്മിൽ പ്ലസ് ചെയ്യാം. നെഗറ്റീവ് 4.8x പോസിറ്റീവ് 2x. ഒരെണ്ണം പോസിറ്റീവ് നെഗറ്റീവ് ആണ്. ഫൈൻഡ് ദ ഡിഫറൻസ്. x 8.2 വലുതിൻ്റെ സൈൻ അപ്പോൾ നെഗറ്റീവ് 2.8x 1 plus 5.76 is equal to 6.76 plus 6.76 is equal to 6.76. 2x squared എഴുതാം minus 2.8x എഴുതാം is equal to 6.76 എഴുതി പോസിറ്റീവ് 6.76 ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നെഗറ്റീവ് 6.76 കിട്ടുന്നു. അപ്പോൾ 2x squared minus 2.8x is equal to 0. ഇവിടെ കോമൺ ഫാക്ടർ 2 ആണ്. അതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്യാം. 2 ക്യാൻസൽ ആവും. നമുക്ക് x squared കിട്ടുന്നു മൈനസ് 1.4x ഈസ് ഈക്വൽ ടു 0. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഈസിക്കലിന് ശേഷം നമ്പർ ഇല്ല, അതിന് പകരം 0 വന്നാൽ എളുപ്പത്തിൽ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ എഴുതാം. എക്സ് സ്ക്വയർഡ് മൈനസ് 4x ഈസ് ഈക്വൽ ടു 0. ഇവിടെ എക്സ് സ്ക്വയർഡ് ഉണ്ട്, എക്സ് ഉണ്ട്, ഈസ് ഈക്വൽ ടു നമ്പർ ഇല്ല, ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കോൺ ഫാക്ടർ എക്സ് ആണ്. ബ്രാക്കറ്റ് എഴുതുന്നു. എക്സിൻ്റെ എക്സ് ആണ് എക്സ് സ്ക്വയർഡ്. അതിൽ എക്സ് ഇവിടെ എഴുതി കഴിഞ്ഞു, ബാക്കി ഒരു എക്സ് ഇവിടെ എഴുതുക, മൈനസ് എഴുതുക. 4x എന്ന് പറഞ്ഞാൽ 4 into x ആണ്. എക്സ് പുറത്തേക്ക് പോയി കഴിഞ്ഞു, ബാക്കി 4 എഴുതാം, ഈസ് ഈക്വൽ ടു 0. ഞാൻ ചെക്ക് ചെയ്യാം. എക്സിൻ്റെ എക്സ് എക്സ് സ്ക്വയർഡ് മൈനസ് 4 into x 4x. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് സീറോ ഫാക്ടർ തിയറം. സീറോ ഫാക്ടർ തിയറം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് നമ്പർ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 0 കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് നമ്പർ എ 0 ആയിരിക്കണം, അല്ലെങ്കിൽ ബി 0 ആയിരിക്കണം, അല്ലെങ്കിൽ എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം. ഒരു എക്സാമ്പിൾ നോക്കാം. 5 into 0 ഈസ് ഈക്വൽ ടു 0, 0 into 3 ഈസ് ഈക്വൽ ടു 0, 0 into 0 ഈസ് ഈക്വൽ ടു 0. രണ്ട് നമ്പർ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 0 കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ രണ്ട് നമ്പറും 0 ആയിരിക്കണം, അല്ലെങ്കിൽ ആദ്യത്തെ നമ്പർ 0 ആയിരിക്കണം,
അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്പർ 0 ആയിരിക്കണം. ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ ആദ്യത്തെ നമ്പർ 0 ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്പർ 0 ആയിരിക്കണം. ഒരു ആദ്യത്തെ നമ്പർ x ആണ്. അപ്പോൾ നമുക്ക് എഴുതാം x = 0, ഓർ സെക്കൻഡ് നമ്പർ 0 ആയിരിക്കും, x - 4 = 0. അപ്പോൾ നമുക്ക് എഴുതാം x = 0, ഓർ x = -4 ട്രാൻസ്ഫർ ചെയ്യാൻ +4 ആയി തീരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0, 4 നേടുന്നു. ഇവിടെ x² ഉണ്ട്, x ഉണ്ട്, ഈസികളുടെ നമ്പറില്ല, 0 ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ x കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ x × x - 1.4 = 0. രണ്ട് നമ്പർ മീൻ ചെയ്യുമ്പോൾ 0 ഇടണമെങ്കിൽ ഒന്നിലെ ആദ്യത്തെ നമ്പർ 0 ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്പർ 0 ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ട് നമ്പറും 0 ആയിരിക്കണം. അപ്പോൾ നമ്മൾ x = 0 എന്ന് എഴുതുന്നു, ഓർ x - 1.4 = 0 എന്ന് എഴുതുന്നു. x = 0, ഓർ x = -1.4 +1.4 ആയിട്ട് എഴുതുന്നു. ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന നമ്പർ 1.4 ആണ്. അത് നമുക്ക് എഴുതാം ഡിസ്റ്റൻസ് ഫുട്ട് മൂവ്ഡ് = 1.4 meters.